ഹലോ ഗായ്സ്, 3-4 ദിവസത്തെ എൻ്റെ വീട്ടിലെ നോമ്പുറയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എറണാകുളത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒറ്റയ്ക്കുള്ള ആദ്യത്തെ നോമ്പാണ്. വീട്ടിൽ വന്ന പാടെ ഞാൻ ഫുള്ള് വീടങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ വെയിറ്റാക്കി നിൽക്കുവാണ്. അവനാണെങ്കിൽ ഇന്ന് വരാനും വൈകി. അവൻ വന്നപ്പോഴേക്കും അവൻ കുറച്ച് ഫ്രൂട്ട്സും നോമ്പുറക്കാനുള്ള കടികളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. നമ്മളിന്ന് വൈകിയത് കൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും ഒന്നും പൊരിച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു. അതിന് ഞാൻ ഷാർജയൊക്കെ അടിച്ചു, വെള്ളമൊക്കെ കലക്കി എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. കുറച്ചൊരു ബാങ്ക് വിളിച്ചപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും നോമ്പ് തുറക്കുവാണേ. നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് വേറെ തന്നെയാണ്, വളരെ സ്പെഷ്യൽ തന്നെയായിരുന്നു. അതിന് നമ്മൾ ഷാർജയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതാണേലും എന്താണേലും എന്ത് ജോലിയാണേലും നമ്മളത് ഒരു രണ്ടുപേരും ഒരാൾ മാറി നിൽക്കുകയൊന്നും ചെയ്യാണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്യുവാണേ. ഇന്നാണെങ്കിൽ നമ്മൾ പൂരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മളത് രണ്ടും ഉണ്ടാക്കി. കുറച്ച് ആ ഒരു മൊമെൻറ്റ്സ് നമ്മൾ രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ തമ്മിലുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. കാരണം ഒരുമിച്ചുള്ള ആ ഒരു നിമിഷം അത് നമുക്കത് പറയാൻ പറ്റില്ല. ആ ഒരു വല്ലാത്തൊരു മൊമെൻറ്റ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരാൾ മാറി നിന്നാൽ തന്നെ നമുക്ക് മനസ്സ് മടുക്കും. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് ഒരു വേറെ ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാം ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അവനാണെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാനല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഫുഡ് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ